സ്നാക്സ് ഉണ്ടാക്കിയാലോ? അതിനായി നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. അതിന് ഒരു 2 ഗ്ലാസ് വെള്ളം, ഈ ഗ്ലാസ് തൊട്ട് 2 ഗ്ലാസ് വെള്ളം ആദ്യം നമുക്ക് തിളപ്പിക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പ്, അതിലേക്ക് ആവശ്യമായ ഉപ്പിടാം. കുറച്ച് നെയ്യും ചേർക്കാം കേട്ടോ. ഇത് നന്നായി തിളക്കട്ടെ വെള്ളം. തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങയിൽ കുറച്ച് നല്ല ജീരകം ഇട്ടുണ്ട് മമ്മി. ആ തേങ്ങ ഈ നല്ല ജീരകം കൂടിയിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. ഒതുങ്ങിണ്ട്. വെള്ളം തിളച്ചു കൂട്ടാ. ആ വെള്ളം തിളച്ച് വരുമ്പോൾ ഒന്ന് സ്പീഡ് കുറയ്ക്കാം തീ. എന്നിട്ട് ഈ തേങ്ങ തരി അതിലിട്ട് കൊടുക്കാം. തേങ്ങ ഒതുക്കിയത് ജീരകം തേങ്ങ കൂട്ടി ഒതുക്കിയത് നമുക്ക് അതിലിട്ട് കൊടുക്കാം. അതിന് മുന്നേ ഉപ്പിട്ടുണ്ട്, നെയ്യ് ഒഴിച്ചിട്ടുണ്ട് വെള്ളത്തിൽ. ഇനി ഇതും കൂടിയിട്ടൊന്ന് തിളച്ച് വെക്കാം. തീയൊന്ന് കൂട്ടി കൊടുക്കാം. വെള്ളം തിളച്ചു കേട്ടോ. മിക്സ് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1.5 ഗ്ലാസ്, ആ ഗ്ലാസ്സിന് വെള്ളം എടുത്ത ഗ്ലാസ്സിന് 1 ഗ്ലാസ് 1.25 ഗ്ലാസ് പൊടി എടുക്കാം. പുട്ടുപൊടി പോലത്തെ പൊടിയാട്ടോ, പത്തിരി പൊടി അല്ല, കുറച്ച് തരിയുള്ള പൊടിയാട്ടോ. ചേർക്കാം. തീ ഓഫാക്കാം കേട്ടോ. തീ ഓഫാക്കി ഇനി പൊടി ഒന്ന് ചൂടാറണം. നമുക്ക് ചൂടാറിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. കുറച്ച് ലേശം പഞ്ചസാര ഇടാം കേട്ടോ. മറന്നു, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം, ഒരു ചെറിയൊരു മധുരത്തിന്. 1 സ്പൂണ് പഞ്ചസാര. ഇതൊന്ന് ചൂടാക്കട്ടെ കേട്ടോ. പൊടി മാവ് ചൂടാറിട്ടോ. ഇനി നമുക്ക് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ട് കേട്ടോ. നമുക്കിനി ഒരു കുറച്ചൊരു ആയിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്കിനി തരിയെ വെളിച്ചെണ്ണ തൊട്ടിട്ട് ഉരുട്ടിയെടുക്കാനുള്ള. ഇതിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, എന്നാലും ഒരു സോഫ്റ്റിന് അതിന് മുകളിൽ ഒട്ടി പിടിക്കണേനൊക്കെ നല്ലതാ. ചെറിയ ബോൾസ് ആക്കുക. ഇത് എളുപ്പമുള്ള പണിയാ. പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, നമുക്കും കഴിക്കാം. പല പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കാറില്ലെങ്കിലേ. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഉണ്ടാക്കണമെന്ന് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് മധുരം ചേർത്തില്ലെങ്കിലേ അതുകൊണ്ടാണ് കുറച്ച് മധുരം ഇട്ടത്. ഇനി ഇത് ആവിയിൽ വേവിക്കൂലേ? ആവിയിൽ വേവിക്കണം. എല്ലാവർക്കും മമ്മിയുടെ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ ബൈ. മമ്മിയുടെ പണി കഴിഞ്ഞിട്ടില്ല, മമ്മി ഉരുട്ടണല്ലോ. അത് വരെ പയ്യാനാണ് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് പറയാം അവസാനം. അപ്പൊ അക്കുരുട്ടുണ്ടോ? അക്കുവിന് കഴിക്കാനുള്ളത് അക്കു ഉണ്ടാക്കണം. മാക്കപ്പ കഴിക്കണ്ടേ? പിന്നെ വേറെ സാധനം ഉണ്ടാക്കണം. ഇതുകൊണ്ട് ഏത് സാധനം ഉണ്ടാക്കണം? അയ്യോ, പീച്ചും പോടത്തെ. അങ്ങനെ ഉരുട്ടി കഴിഞ്ഞു. നമുക്ക് ഇനി ഇത് ആവിക്ക് വേവിക്കാം. കത്തിക്കാം.
കൊണ്ട് ഇല വെക്കുന്നുണ്ട് കേട്ടോ, നല്ലതാണ്. ഇല വെച്ച ഇലയുടെ ഒരു മണമൊക്കെ കിട്ടും അപ്പത്തിന്. അതിൽ നമുക്ക് ഈ ഉരുളകൾ വെച്ച് കൊടുക്കാം. തുറന്ന് നോക്കാം. 10 മിനിറ്റ് വെച്ചിട്ടുള്ള കേട്ടോ. സാധനം റെഡിയായി. നമുക്ക് ഓഫാക്കാം കേട്ടോ ഗ്യാസ്. 10 മിനിറ്റ് വെക്കണ്ടോ. നല്ല ആവിയിൽ കുഴച്ചതല്ലേ, നമ്മൾ നല്ല ചൂടുവെള്ളം തിളച്ച വെള്ളത്തിൽ കുഴച്ചതല്ലേ. നമുക്ക് പാപ്പ തിന്നാൻ പോവാ. പൊട്ടിച്ചിട്ട് തിന്നണേ. അങ്ങനെ നമ്മൾ ചായ കുടിക്കാം. അപ്പുറത്തോ തിന്നാൻ പോവാ. ആയോ കഴിക്കേ. കുരിശായില്ലേ നോക്കാം. നന്നായിട്ട് വെന്തു സൂപ്പറായി കഴിക്കണം. അപ്പോനൊന്നും ക്ലാസ്സിലല്ലേ. സുഖായി. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. എല്ലാരും ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ചെയ്യാം. ഓക്കെ ബൈ.